16 വർഷമായിട്ടും പാലം യാഥാർത്ഥ്യമാകാത്തതിനാൽ ശ്രമദാനത്തിലൂടെ താൽക്കാലിക പാലം നിർമ്മിച്ച് പത്തനംതിട്ട പന്തളം നിവാസികൾ. സർക്കാർ അനുവദിച്ച പദ്ധതി തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. ഒരു പാലത്തിനായി കാത്തിരുന്നു മടുത്തു. മുള, ഇരുമ്പ് പൈപ്പ്, കാറ്റാടിക്കഴ എന്നിവയൊക്കെ ഉപയോഗിച്ച് നാട്ടുകാർ ശ്രമദാനത്തിലൂടെ താൽക്കാലിക നടപ്പാലം തീർത്തു. പത്തനംതിട്ട പന്തളം നഗരസഭയെയും കുളനട പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അച്ചൻകോവിലാറിന് കുറുകെ പന്തളം വയറപ്പുഴ കടവിലാണ് താൽക്കാലിക നടപ്പാലം തീർത്തത്. പന്തളം മഹാദേവ ഹിന്ദു സേവാ സമിതിയും ഞെട്ടൂർ പ്രാദേശിക സഭയും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പാലം നിർമ്മിച്ചത്. 2006 ഇടതുമുന്നണി സർക്കാർ ഇവിടെ പാലത്തിനായി 9,30,00,000 രൂപ അനുവദിച്ച് ഭരണാനുമതി നൽകിയിരുന്നു. 15 വർഷം കഴിഞ്ഞിട്ടും പാലം യാഥാർത്ഥ്യമായില്ല. സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇന്നും ജനങ്ങൾക്കാശ്രയം നാട്ടുകാർ തീർത്ത ഈ താൽക്കാലിക നടപ്പാലമാണെന്ന് പന്തളം മഹാദേവ ഹിന്ദു സേവാ സമിതി പ്രസിഡന്റ് MG ബിജുകുമാർ പറഞ്ഞു. ആൾക്കാരുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഈ പാലം. വയറപ്പുഴ കടവ് പാലം എന്നാണ് ഇതിന് നാമകരണം. മാറി മാറി വന്ന പല ഭരണകർത്താക്കളും പാലം ഉടൻ വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ പേപ്പറിൽ മാത്രമേ പാലം എത്തിയിരുന്നുള്ളൂ. ഇരു കരകളിലെയും ധാരാളം ആൾക്കാർ അപ്പുറവും ഇപ്പുറവും പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു പാലമായി മാറേണ്ടതാണിത്. കോവിഡ് കാലത്തിന് മുമ്പ് വരെ ഇവിടെ സർക്കാർ വക കടത്തുവള്ളമുണ്ടായിരുന്നു. നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഈ താൽക്കാലിക പാലം ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇരു കരകളിലുമുള്ള വിദ്യാർത്ഥികൾ ഇതോടെ ബുദ്ധിമുട്ടിലാകും. ഈ ഭാഗത്തും ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അവരൊക്കെ രാവിലെ ഇറങ്ങണം. ഒരുപക്ഷെ സ്കൂൾ തുടങ്ങുന്നതിന് 10 മണിക്ക് മുമ്പ് ഒരു 9 മണിക്ക് ഇറങ്ങേണ്ട കുട്ടികൾ 7:30-ക്കും 8 മണിക്കും ഇറങ്ങിയെങ്കിലേ ആ ഭാഗത്ത് 2 ബസ് മാറി വേണം ഈ തോട്ടക്കോണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാൻ. അപ്പം പലർക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇതൊരു എളുപ്പമാർഗ്ഗമാണ്. അല്ലെങ്കിൽ അവർക്ക് ഇക്കരയിലോട്ട്, അതായത് നമ്മുടെ ഈ സൈഡിലോട്ടൊക്കെ വരാൻ വേണ്ടി അവർക്ക് ചുറ്റിക്കറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഈ 3 മാസത്തോളം അവർക്ക് ഒഴിവാക്കി കിട്ടും. പദ്ധതിക്ക് അനുവദിച്ച തുകയുടെ കുറവ് പാലം നിർമ്മാണത്തിന് തടസ്സമാണ്. തുക കൂട്ടി നൽകാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.